നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ഒരു ദൈവത്തിൻ്റെ കരുതൽ കാണിക്കുന്ന ഒരു സംഭവകഥയാണ്. ഇസ്രായേല്യരെ പോലെ തന്നെ മറ്റു ജനതകളെയും ദൈവം പരിപാലിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവം. സിറിയൻ സൈനിക മേധാവിയായിരുന്നു നയമാൻ. അവൻ ഒരു വലിയ പടയാളി കൂടിയായിരുന്നു. സിറിയൻ രാജാവ് നയമാനിൽ അഭിമാനം കൊണ്ടു. ഇസ്രായേലിനോടുള്ള യുദ്ധം ജയിക്കുന്നതിന് യഹോവ നയമാനെ സഹായിച്ചു. എന്നാൽ നയമാൻ ഗുരുതരമായ ത്വക്ക് രോഗത്താൽ വളരെ കഷ്ടപ്പെട്ടിരുന്നു. ഇസ്രായേലിയരുമായുള്ള യുദ്ധത്തിൽ സിറിയക്കാർ ഒരു ഇസ്രായേലിയ പെൺകുട്ടിയെ അടിമയാക്കി കൊണ്ടുവന്നിരുന്നു. അടിമയായി കൊണ്ടുവന്ന പെൺകുട്ടി നയമാൻ്റെ ഭാര്യയുടെ ഭൃത്യയായി ജോലി ചെയ്തു. ഒരു ദിവസം ആ പെൺകുട്ടി അവളുടെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ കൊള്ളായിരുന്നു, എങ്കിൽ അദ്ദേഹം യജമാനൻ്റെ രോഗം സുഖമാക്കുമായിരുന്നു. നയമാൻ സിറിയൻ രാജാവിനോട് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ എഴുത്തും കൊണ്ട് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് പോകും. അങ്ങനെ നയമാൻ വെള്ളി, സ്വർണം, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി കരുതി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ഈ എഴുത്ത് എൻ്റെ സേനാധിപൻ നയമാനെ പരിചയപ്പെടുത്തുന്നതിനാണ്. നീ അവൻ്റെ രോഗം സുഖപ്പെടുത്തണം എന്നതായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചു ഭയപ്പെട്ടു പോയി. ഞാൻ ഈ മനുഷ്യനെ സുഖമാക്കും എന്ന് സിറിയൻ രാജാവിന് എങ്ങനെ കരുതുവാൻ കഴിയും? ഞാൻ ദൈവമാണെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? എനിക്ക് ജീവൻ്റെ മേലും മരണത്തിന്മേലും അധികാരമുണ്ടോ? ഇത് എന്നോട് വഴക്കുണ്ടാക്കുവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, ഇസ്രായേൽ രാജാവ് പറഞ്ഞു. സംഭവം എലീശ അറിഞ്ഞപ്പോൾ എലീശ രാജാവിനൊരു സന്ദേശം എത്തിച്ചു. രാജാവേ, നീ എന്തിനു വിഷമിക്കുന്നു? ആ മനുഷ്യനെ എൻ്റെ അടുക്കൽ അയക്കുക. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് ഞാൻ അവന് വെളിപ്പെടുത്താം. അങ്ങനെ നയമാൻ തൻ്റെ കുതിരകളും രഥങ്ങളുമായി യാത്രയായി. അവൻ എലീശയുടെ വീടിൻ്റെ വാതിക്കൽ എത്തി. എലീശ ഒരു ഭൃത്യനെ അയച്ചു, പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക, അപ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറയിച്ചു. പക്ഷേ നയമാൻ കോപിഷ്ഠനായി. അവൻ വന്ന് തൻ്റെ സൗഖ്യത്തിനായി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നും എൻ്റെ മേൽ കൈവീശി സുഖപ്പെടുത്തുമെന്നല്ലേ ഞാൻ ചിന്തിച്ചത്? ഇസ്രായേലിലെ എല്ലാ നദികളെക്കാളും ശുദ്ധമല്ലേ എൻ്റെ രാജ്യമായ സിറിയയിലെ നദികൾ? ഞാൻ അവിടെ മുങ്ങി ശുദ്ധനായിക്കൊള്ളാം, നയമാൻ പറഞ്ഞു. അപ്പോൾ നയമാനോടൊപ്പമുള്ള ഒരു പരിചാരകൻ അയാളെ തടഞ്ഞു. യജമാനനെ, ആ പ്രവാചകൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് അനുസരിക്കുമായിരുന്നുവല്ലോ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ യോർദാൻ നദിയിൽ മുങ്ങി സൗഖ്യം പ്രാപിച്ചുകൂടാ? അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്തയോടുകൂടി നയമാൻ യോർദാൻ നദിയിലേക്ക് പോയി. എലീശ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം മുങ്ങി പരിപൂർണ സൗഖ്യം നേടുകയും ചെയ്തു. ശരീരം ശക്തി പ്രാപിച്ചു. ഒരു കുട്ടിയുടെ ശരീരം പോലെ മൃദുലതയും ശക്തിയും നയമാൻ ലഭിച്ചു. അവൻ തൻ്റെ കൂടെ വന്നവരെയും കൂട്ടി എലീശയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ശരീരത്തിലെ മുഴുവൻ അസുഖവും മാറ്റി നയമാൻ തിരിച്ച് സിറിയയിലേക്ക് തിരികെ പോയി. ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എലീശ പ്രവാചകൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി. അത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.